നാട്ടിൽ കറികളൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പ് കല്ലുപ്പ്. Hello guys, my name is Muhammad Ali from Manjeri. Welcome back again to our YouTube channel Phoenix Speakers. Today we will plan to go to Al Saif Beach in the Guzain district, Saudi Arabia, Jeddah. What's this? Let's go and see if it's special. Come on, follow me. നമ്മളിന്നിവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് സൗദി അറേബ്യയിലെ സൗദി അറേബ്യ ജിദ്ദയിലെ ഉപ്പുപാടത്തിൻ്റെ അടുത്താണ്. നമ്മൾ ഉപ്പുണ്ടാക്കുന്ന സ്ഥലമുണ്ട്. കറിയിലും മറ്റു ഉപയോഗിക്കുന്ന കറി ഉപ്പ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ പാടത്തിൻ്റെ അടുത്താണ് ഉണ്ടാക്കുന്നത്. പാടം എന്ന് പറയുമ്പോൾ വെള്ളം വരിച്ചൊക്കെ ഉണ്ടാക്കുന്ന അതിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിരിക്കാം. ഓക്കെ, ഇതാണ് കറികളിലും മറ്റും ഉപയോഗിക്കുന്ന ഉപ്പ്. ഇത് എടുക്കുമ്പോൾ ഉപ്പ് പാറയായിട്ടാണ് കിട്ടുന്നത്. അത് കുറുക്കിയെടുത്ത് പൊടിച്ച് കൂട്ടിയിട്ടതാണ് കാണുന്നത്. വെള്ളത്തിലേക്ക് നോക്കിയാൽ കാണാം പാറ പോലെ കിടക്കുന്ന, മഞ്ഞുരുക്കി കിടക്കുന്ന പോലെ കാണാം ഞങ്ങൾക്ക്. അതുപോലെ ഈ നിലത്ത് നോക്കിയാൽ കാണാം ഇതെല്ലാം ഉപ്പാണ്, ഉപയോഗശൂന്യമായ ഉപ്പാണെന്ന് മാത്രം. വെള്ളത്തിൽ നല്ല ഉപ്പ് വെള്ളത്തിൽ കാണാൻ പറ്റും. കാറ്റിൻ്റെ വോയിസ് കാരണം വോയിസ് കേൾക്കാൻ സാധിക്കാത്തത് കൊണ്ട് രണ്ടാമത് വോയിസ് റെക്കോർഡ് ചെയ്തതാണ്. ഈ കാണുന്നതാണ് ഉപ്പുപാടം. അങ്ങ് ദൂരേക്ക് നോക്കി കാണാം, അതെല്ലാം ഉപ്പാണ്. നമ്മൾ കറികളിലും ആടുമാടുകൾക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉപ്പാണ് കാണുന്നത്. ഇത് കണ്ടില്ലേ, വളരെ നൈസായിട്ട് ഇത് കണ്ടില്ലേ, വെള്ളത്തിൽ നിന്ന് എടുത്തത് ഉപ്പാണിത്. ഇനി ഇതെല്ലാം എടുത്ത് കമ്പനികളിലും മറ്റും കൊണ്ടുപോയിട്ട് ഫിൽറ്റർ ചെയ്ത് വരികയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ ഇവിടെ ആടുമാടുകൾ കൊടുക്കാനാണെങ്കിൽ സാധാരണ ഇതുപോലെ കൊടുക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഈ വെള്ളത്തിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. വെള്ളത്തിലൊക്കെ ഉപ്പ് തെളിഞ്ഞ് കിടക്കുന്നത് കാണാം. ഇത് കണ്ടോ, ഉപ്പാണ് ഈ കിടക്കുന്നത്. നല്ല മഞ്ഞ് പോലെ കിടക്കുന്ന, നല്ല ഭംഗിയായിട്ട് മഞ്ഞ് പോലെ കിടക്കുന്നുണ്ട്. ഇത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഫിൽറ്റർ ചെയ്യും. നമ്മൾ ഉപ്പ് വാങ്ങുന്നു, കറിയിലിടുന്നു, വർഷങ്ങളിൽ ഉപയോഗിക്കുന്നു. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള പ്രയത്നം എന്താണെന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. ഒരുപക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങൾ ചെന്ന സമയത്ത് അവർ ജോലി നിർത്തിയിരുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ഉപ്പുപാടം വീഡിയോ എടുത്ത് പോരാനേ സാധിച്ചുള്ളൂ. ജോലിക്കാരെ നമുക്ക് കാണാൻ സാധിച്ചില്ല. അവർ ജോലി നിർത്തിയിരുന്നു. ജോലി ഉള്ള സമയത്ത് നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാം. അവർ താമസിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇവർക്ക് പുറം ലോകമായി അപൂർവങ്ങൾ മാത്രമേ ബന്ധമുണ്ടാവുള്ളൂ. നമ്മളെ പോലെ വലിയ വലിയ AC റൂമുകളിലല്ല, ഒരു വെയിലത്ത് ചെറിയ ചെറിയ ഷെഡുകൾ കെട്ടിയിട്ടാണ് അവർ താമസിക്കുന്നത്. വളരെ കഷ്ടം തന്നെയല്ലേ കാഴ്ച, വേറെ നിർവാഹമില്ല. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ജിദ്ദയിൽ നിന്നും കുമ്ര ഡിസ്ട്രിക്റ്റിലെത്തിയിട്ട് അൽ സൈഫ് ബീച്ചിൽ നിന്നും അല്പം കൂടെ മുന്നോട്ട് പോയാൽ ഹ്യുണ്ടായിയുടെ ഇലക്ട്രിക് കമ്പനി ഉണ്ട്. അത് കറണ്ട് നിർമ്മിക്കുന്ന കമ്പനിക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലം നിലകൊള്ളുന്നത്. ഹ്യുണ്ടായിയുടെ കമ്പനിയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പായിട്ട് ഇടത്തോട് തിരിഞ്ഞിട്ട് അല്പം മുന്നോട്ട് പോയാൽ റോഡ് അവസാനിക്കുന്ന പോലത്തെ സ്ഥലം, അവിടുന്ന് നോക്കിയാൽ കാണാവുന്ന സ്ഥലമാണിത്. ഇതുണ്ടല്ലേ, ഇതാണ് ആടുകൾക്കും മാടുകൾക്കും കൊടുക്കുന്ന ഉപ്പ്. ഇതൊന്നുകൂടെ ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് പല ഘട്ടങ്ങളിലായിട്ട് കമ്പനികൾക്കും മറ്റൊക്കെ കൊണ്ടുപോയി ഫിൽറ്റർ ചെയ്തിട്ട് ആണ് നമ്മൾ കൈകളിലെത്തുന്നത്. അതിൻ്റെ വിവിധ ചില ഇവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഫിൽറ്റർ ചെയ്തതിൻ്റെ വിവിധ രൂപങ്ങളാണ് ഇവിടെ കാണുന്നത്. ഉപ്പിൻ്റെ പാറകൾ മറ്റൊക്കെയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കറികളൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പ് കല്ലുപ്പ്. കമ്പനികളെ കൊണ്ടുപോയിട്ട് ഫിൽറ്റർ ചെയ്തിട്ടൊക്കെ വരുന്നതാണ്. കുറച്ച് ആൾക്കാർ വേണമെങ്കിൽ ഒരുപാട് പണികളുണ്ട്. നമ്മൾ ഉപ്പ് കടയിൽ നിന്ന് വാങ്ങുന്നു, വെള്ളത്തിലിടുന്നു, അല്ലെങ്കിൽ കറിയിലിടുന്നു, ഒരുപാട് അപ്പാറുണ്ട്.
ഇവർ വളർത്തുന്ന കോഴികളാണ്. കൗതുകത്തിൽ കണ്ടപ്പോൾ എടുത്തതാണ്. അബൈക്കാണ് ഇതാണ് ഉപ്പുപാടം എന്ന് പറയുന്നത്. അങ്ങ് ദൂരെ കണ്ടോ, അതൊക്കെ കിടക്കുന്ന ഉപ്പാണ്. അവിടെ നിന്നും വണ്ടിയിൽ ഉപ്പ് കോരിയിട്ട് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ തട്ട് ചെയ്യുന്നത്. അതിൽ കിടക്കുന്ന എല്ലാത്തിലും ഉപ്പ് പിടിച്ച് കിടക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം പുറലോകം കാണാൻ കഴിയാതെ ഒരുപാട് ആളുകൾ യൂട്യൂബും മറ്റും ആശ്രയിച്ച് കഴിയുന്നുണ്ട്. അവരുടെ ഉദ്ദേശം കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം ഉപ്പെടുക്കുമ്പോൾ ഇതുപോലെ വലിയ വലിയ പാറ കഷ്ണങ്ങളായിട്ടാണ് കിട്ടുക. ഉപ്പുപാറ എന്ന് പറയാം. ഇതുപോലത്തെ കഷ്ണങ്ങളായിട്ടാണ് കിട്ടുക. പിന്നീട് അത് പൊടിച്ചിട്ട് തച്ച് ഉടച്ച് പൊടിച്ചിട്ടാണ് നമുക്ക് കറികൾ ഉപയോഗിക്കുന്ന മറ്റേ ഉപ്പൊക്കെ കിട്ടുന്നത്. അതാണ് ഈ കാണുന്നത്. ഉപ്പുപാറയാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിങ്ങനെ എടുത്തിട്ടൊക്കെ ആടുമാടുകൾക്ക് കൊടുക്കാറുണ്ട് സാധാരണ. ജോലിത്തിരക്കും അതുപോലെ തന്നെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും നമുക്ക് യഥാസമയം വീഡിയോ ചെയ്യാൻ സാധിക്കാറില്ല. അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും വിട പറയാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.